ഹലോ ഗായ്സ്, നമ്മൾ എക്സ്പ്രസ് സീരീസിൻ്റെ 5-ാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ എന്താ ഇപ്പം ആലോചിക്കുന്നു, ഞാൻ എന്താ ഈ കുഴി ഞാൻ മൂടാൻ മറന്നുപോയി. സത്യം പറയുകയാണെങ്കിൽ ഈ കുഴി ഞാൻ മൂടാൻ മറന്നതാണ്. കാഞ്ചര ഞാൻ ഈ കുഴി മൂടാൻ മറന്നുകണ്. അപ്പോൾ ഈ വില്ലേജർ വൈകി വന്നിട്ട് ഇവിടെ നിൽക്കും ഈ വില്ലേജർമാരൊക്കെ. ഞാൻ വെച്ചിട്ട് അങ്ങോട്ട് വില്ലേജറൊന്നും വരുന്നില്ല. അപ്പോൾ ഞാൻ വെച്ച് വില്ലേജർക്ക് ഓടേന്ന്. പിന്നെ പെട്ടെന്നൊക്കെ വില്ലേജർ മരിക്കണ വെച്ചേക്കണ്. ഞാൻ വെച്ചിട്ട് വില്ലേജർ എന്താ പറ്റില്ല, മേലെ അടിയിലൊക്കെ പോയിക്ക് അവിടെ ഒന്നും ചാവണമെന്ന് കാണുന്നില്ല. പിന്നെ മനസ്സിലായില്ല. എന്നിട്ട് ഞാനിതിൻ്റെ അടിയിൽക്കൊണ്ട് ഇറങ്ങി നോക്കുമ്പോണ്ട് ഇവിടെ നിൽക്കണ്. ഇവിടെ നിന്ന് സഫേക്കേറ്റായി മരിക്കണ്. എന്താ ഇതിൽ കൂടെ ഒഴുകി പോകണ്ടേന്ന്. ഇവിടെ ഒഴുകി പോയിട്ട് ഇടയിൽ പോയി കയറിക്കും. നമ്മളെന്താ ഞാൻ ശ്രദ്ധിച്ചിട്ടൂടെ ചെയ്യാ. ഞങ്ങൾക്ക് കഴിഞ്ഞത് വെച്ചിട്ട് നിൽക്കേന്ന്. ഇപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് അയം ഫാം ആണ് അയച്ച് വന്നേന്ന്. അവിടെ പോയി നോക്കുമ്പോൾ 2 വില്ലേജർ ഇങ്ങനെയാണ് അടിയത്തെ ബ്ലോക്ക് ചെയ്യുന്നത്. ഈ കുട്ടി വില്ലേജർ വന്നിട്ട് ഇവിടെ വന്ന് നിൽക്കും. എന്നിട്ട് വലുതാകുമ്പോൾ സഫേക്കേറ്റായി മരിക്കും ബ്ലോക്കിൻ്റെ ഇടയിൽ കൂടിയിട്ട്. ഇപ്പം ഇവിടെ ഇങ്ങനെ ആക്കുക. ഈ തലവേദന ഇന്നലെ വീഡിയോ ഇട്ടപ്പോൾ വെച്ച് ഈ വില്ലേജൊന്നും കുഴപ്പമില്ല, അന്നപോലെ പെരുമാറുണ്ടെന്ന് പറഞ്ഞ്. പിന്നീടല്ല മനസ്സിലായത് ഇവരിങ്ങനെ കാക്കുമെന്നുള്ള. ഞാനിപ്പോൾ എന്താ ഇവരുടെ പോണു ചെയ്യാ. ഈ ബ്ലോക്ക് പൊട്ടിക്കുക, എന്നിട്ട് ഈ കോബിൾ സ്റ്റോൺ ഈ സ്റ്റോൺ പൊട്ടിക്ക്. എന്നിട്ട് വെള്ളാണ്ട് പോകുമ്പോൾ പൊന്തിയല്ലേ അവന്. പൊന്തി വന്നിട്ട് അവിടെ ബ്ലോക്ക് വെക്കണം. ഡയറക്റ്റ് എടുക്കുക. ഓക്കെ, നമുക്കിനി ഇവിടെ അവിടെ വെക്കാനും പറ്റണില്ല. അവിടെ ബ്ലോക്ക് വെച്ചപ്പോ ഇനി പൊന്തിവാ. അവിടെ പൊന്തി അവളോ അതപ്പം ഇനി മടി പോണ്. ബ്ലോക്ക്. രക്ഷപ്പെട്ട് ഇങ്ങോട്ട് പോടാ. വെള്ളം കെട്ടാളോ ഒഴിക്കണ്. തൽക്കാലം ഇവിടെ ബ്ലോക്ക് വെച്ചെടുക്കുക. ഞാൻ നിൽക്കുന്നിടത്ത് ഇവിടെ ബ്ലോക്ക് വെക്കുക. പിന്നെ അതിൻ്റെ മേലെ കയറും. എപ്പോൾ റെഡി. ബ്ലോക്ക് ഒട്ടിക്ക്. റെഡി. അയ്യോ, ഇവിടുത്തെ ബ്ലോക്ക് ഇടാൻ മറന്നുപോയി. ഇവിടെ ഉണ്ട് ബ്ലോക്ക് ഇട്ട് കഴിഞ്ഞാൽ റെഡി. അന്ന് റെഡിയായി. അവിടെ പോയി വെക്ക്. ഞാൻ ഡയറക്റ്റ് വെച്ച് കയറട്ടെ. നമുക്കിനി ഈ കോബിൾ സ്റ്റോൺ പൊട്ടിക്കാം. ഞാൻ ഇവിടെ വന്നു ഇവിടെ അയ്യുണ്ടാക്കിയിട്ട് അങ്ങോട്ട് വന്നൊക്കെ നോക്കി. ഇവിടെ ഒന്നും ഹണ്ണില്ല. പിന്നെ ഞാൻ അവിടെ പോയി ചാടി നോക്കി. 2 കുട്ടികൾ വന്നിട്ടുണ്ട്. വലുതായി. പിന്നെ ഈ 3 വില്ലേജർ ഞാൻ നേരത്തെ ഇത് സെറ്റ് ചെയ്യുമ്പോൾ പുറത്ത് കാടിയതാണ്. ആ 3 വില്ലേജറും. അപ്പോൾ ഞാൻ അവിടെ കുഴിച്ചിട്ടാണ്. അപ്പോൾ ഇന്നൊക്കെ അയം ഫാം ഉണ്ടാക്കിച്ചിട്ട് വന്നേന് ഞാൻ. പക്ഷേ അയം ഫാം ഉണ്ടാക്കാൻ പറ്റൂല. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഞാൻ ഉണ്ടാക്കാൻ പോകാൻ പറഞ്ഞിട്ട് എല്ലാം. ഇന്നത്തെ എപ്പിസോഡ് ഞാൻ SP ഫാം ഉണ്ടാക്കാൻ പോവാണ്. എൻ്റെ SP കണ്ടപ്പോൾ ഒരു പച്ച പാർട്ടികൾ വന്നു. എന്തായാലും എൻ്റെ SP. അപ്പോൾ ഞാൻ SP ഫാം ഉണ്ടാക്കാൻ വെച്ച്. ഞാൻ എന്തായാലും അയം ഫാമിന് വേണ്ടിയിട്ട് മൈൻ ചെയ്ത് ബ്ലോക്ക് ചെയ്യുന്നത് ഈ കോബിൾ സ്റ്റോണൊക്കെ. അപ്പോഴാണ് വില്ലേജറിനെ നോക്കാൻ വന്നോക്കുമ്പോണ്ട് ഒരൊറ്റ വില്ലേജറും ഇല്ല. എന്താ ചെയ്യുക. ഞാൻ ബ്രീഡാവാൻ നോക്കിക്കൂടെ. ഞാൻ ഇവിടുന്ന് 3 ക്യാരറ്റ് എടുക്കാൻ നോക്കി. അപ്പോൾ 3 ക്യാരറ്റ് എടുക്കാൻ നോക്കിയപ്പോൾ അതിൻ്റെ ഇടയിൽ വീണ്. ഓക്കെ, ഞാൻ ഇവിടെ ആയിട്ടാണ് നമ്മുടെ SP ഫാം ഉണ്ടാക്കണേ. ഞാൻ ഇവിടെ ഉണ്ടാക്കുന്ന കാരണം എന്ന് വെച്ചാൽ നമ്മൾ ബ്രീഡർ വർക്കാവും. ഇവിടെ നമ്മൾ ആ ബ്രീഡർ വർക്കായിരിക്കും. അപ്പോൾ കുറേ വില്ലേജർ കിട്ടാൻ സാധ്യത നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ. സത്യം പറഞ്ഞാൽ ഈ SP ഫാമൊക്കെ കടലിൻ്റെ അവിടെ ഉണ്ടാക്കേണ്ടി. എൻ്റെ അവിടെ കടലിൽ പോയി കഴിഞ്ഞാൽ നമ്മളെ ബ്രീഡർ വർക്കാവില്ല. അപ്പോൾ അടുത്ത എപ്പിസോഡ് എന്തായാലും അയം ഫാം ഉണ്ടാക്കാൻ പറ്റില്ല. അടുത്ത എപ്പിസോഡിൽ ഇപ്പോൾ 3 ബ്ലോക്ക് വെച്ചിട്ടാണ് ഞാൻ SP ഫാം ഉണ്ടാക്കാൻ പോണേ. നമ്മളെ ക്ലാസിക് SP ഫാം തന്നെയാണ്.
ഇതിൽ ബെഡ്റോക്ക് വർക്കാവോ എന്നൊരു പേടിയുണ്ട്. ഞാൻ അതിൻ്റെ മുമ്പത്തെ എക്സ്പീരിയൻസിൽ ഉണ്ടാക്കി നോക്കിയിരുന്നു, അതിൽ വർക്ക് ചെയ്യുന്നു. പക്ഷേ സ്പീഡ് കുറവായിരുന്നു, കുറച്ചായിട്ട് ഉപയോഗം. പക്ഷേ SP കിട്ടും. നമുക്കിത് മൊത്തം അതിലേക്ക് എടുത്തേക്കാം. കയ്യിൽ നിറച്ച് ചവറ്. പിന്നെ എൻ്റെ ആർമർ സെറ്റ് വെച്ചിട്ടുണ്ടാവുമെങ്കിൽ ബൂട്ടും ഹെൽമെറ്റും പോയി. ഞാൻ ഈ ഓപ്പർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മയ കേവി പോയതാണ്. കേവിനെ മയം ചെയ്തിരിക്കുമ്പോൾ സ്കെൽറ്റൻ വന്ന് വെടിവെച്ച്. സ്കെൽറ്റന് നിലത്തിക്കൊണ്ടപ്പോൾ ക്രീപ്പറൊന്ന് പൊട്ടി. ക്രീപ്പറിന്ന് കൊണ്ട് രക്ഷപ്പെട്ടിരിക്കുമ്പോൾ സൂമ്പിക്കുട്ടി വന്നിട്ട് എന്നെ കൊന്നു. കയ്യിലെല്ലാം മിക്കതും പോയി. തിരിച്ച് കിട്ടിയത് മാത്രം ഫാൻറ്റും കുപ്പായം മാത്രമേ കിട്ടിയിട്ടുള്ളൂ, എനിക്ക് തിരിച്ച് കിട്ടിയിട്ടുള്ളൂ. നമുക്ക് ഈ വൂളും വേണം. പിന്നെ 4 ഓപ്പർ എടുത്തിട്ടുണ്ട്. ഈ 4 ഓപ്പർ ഉണ്ടാക്കാൻ വേണ്ടി അയൻ തപ്പിപ്പോയതാണ്. എൻ്റെ അമ്മോ, എത്രയും ഉണ്ടാവുമെന്ന് വെച്ചില്ല. അമ്മ ഇവിടുത്തെ ഒരു വലിയ കേവ് ഉണ്ട്. ഓക്കെ, എന്തോ മറന്ന മാതിരി. പിന്നെ ഒരു ഫുഡ് ഫാം എങ്ങനെ ഉണ്ടാക്കണം. എൻ്റെ ഫുഡൊക്കെ കഴിഞ്ഞ് വന്ന് ഇപ്പോൾ 4 നാളെ ഉള്ളൂ. ഫുഡ് ഫാമും നമുക്ക് റെഡിയാക്കണം. അടുത്ത എപ്പിസോഡല്ല, അതിൻ്റെ പിറ്റത്തെ എപ്പിസോഡ്. അടുത്ത എപ്പിസോഡ് എന്തായാലും അയൺ ഫാം. എന്നിട്ട് അയൺ ഫാം തന്നെ ഉറപ്പിച്ച് മറന്നിട്ടില്ല. ഞാൻ അയൺ ഫാം ഉണ്ടാകും. പിന്നെ ഞാൻ ഈ ബോട്ട് ഉണ്ടാകും. ഈ ബോട്ടിൽ ഒരു മറ്റേ ഇവനെ പൊടിച്ചിട്ടിന്, ആ വാണ്ടിൻ ട്രേഡറിനെ. അവന് ഫ്രൂസ് ലോഗ് വെക്കുന്നുണ്ടായിരുന്നു, അല്ല ഫ്രൂസിൻ്റെ സാപ്ലിങ് വെക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ എംബ്രായ്ഡ് എടുക്കുമ്പോൾ ഞാൻ തിരിച്ചു വരുന്നതിന് 2 സൂമ്പികൾ അവൻ അടിച്ച് കൊന്നു. അങ്ങനെ ഫ്രൂസും പോയി. എന്തായാലും നമ്മൾ ഫ്രൂസ് കണ്ടെടുക്കാൻ എക്സ്പ്ലോർ ചെയ്യാൻ പോകണം. അപ്പോൾ നമുക്ക് ഇവിടെ ഉണ്ടാക്കാൻ തുടങ്ങാം. ഇവിടെ ഉണ്ടാക്കാൻ പറഞ്ഞില്ല, നമ്മൾ ബ്രീഡർ വർക്കോ ഇവിടെ ആകുമ്പോൾ തന്നെ ഒരു 10-20 വില്ലേജർ എന്തായാലും വേണ്ടിയിരുന്നു അയൺ ഫാമിന്. 10-20 വില്ലേജർ എനിക്ക് ഓർമ്മയില്ല. ഞാൻ 10-20 കമൻറ്റ് ചെയ്യട്ടെ എല്ലാവരും. 10-20 ആവണമെന്ന് എൻ്റെ ഓർമ്മയിൽ 10 ആണെന്നാണ് തോന്നുന്നത് അയൺ ഫാം ഉണ്ടാക്കാൻ. 10-20 കൺഫ്യൂഷനായി. ഞാൻ ഈ ട്രാപ്പ് ഡോർ എടുക്കാൻ മറന്നുപോയി. ട്രാപ്പ് ഡോർ ഓടെ ഓടെ കൊണ്ടുവച്ചു എനിക്ക് പോലും അറിയില്ല. ഇതെന്താ ബ്ലാക്ക് വോൾ, ഇത് വേണ്ട. ടാപ്പ് ഡോറോടെ ഓക്കെ, നമുക്ക് ഇനി ഉണ്ടാക്കാം. ട്രാപ്പ് ഡോർ ഇനി എന്തായാലും ഉണ്ടാക്കാം. ഞാൻ കൊണ്ടുവച്ചെന്ന് ഓർമ്മയില്ല. മറ്റേ ടെസ്റ്റിടാന്ന് തോന്നുന്നു. എന്തായാലും നമ്മളിവിടെ എത്തി. നമുക്ക് ഇനിയാണ് ബേസിക് SP ഫാം ഉണ്ടാക്കാൻ. ആദ്യം പുല്ലൊക്കെ ക്ലിയർ ആക്കട്ടെ. ഞാൻ ഈ പുല്ലൊക്കെ ഒന്ന് ക്ലിയർ ആക്കുക. ഓക്കെ, അങ്ങനെ ഞാൻ ഈ പുല്ലൊക്കെ ക്ലിയർ ആയിട്ട് നമുക്ക് 4 ഓപ്പർ എടുക്കണം. ഈ 4 ഓപ്പർ ആദ്യം നമുക്ക് ഡബിൾസ് ജസ്റ്റ് ഇവിടെ വെക്കണം. ഇവിടെ ഒന്ന് ഓക്കെ 2 ആവും. പിന്നെ നമ്മൾ ഓപ്പർ എടുത്തിട്ട് ഇതിൻ്റെ ബാക്കിൽ ഒന്ന് ഇവിടെ ഒന്ന് ഇവിടെ ഓക്കെ, നമ്മളൊക്കെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ടാപ്പ് ഡോർ എടുക്കണം. എൻ്റെ അടുത്ത് 11 ഉണ്ട്. ആ 11 എടുക്കണം. 11 ഒരു സ്റ്റാക്കിൻ്റെ മേലൊക്കെ ഞാൻ ഉണ്ടാക്കിയത്. എൻ്റെ ഇപ്പോൾ 11 ഉള്ളൂ. ഓടെ കൊണ്ടുവച്ച് നിങ്ങൾക്ക് ഓർമ്മയില്ല. എന്തായാലും നമുക്ക് ഇതിൻ്റെ മേലെ ഒന്നും വെച്ച് കഴിഞ്ഞാൽ ഇതൊന്ന് ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇതൊന്ന് പിക്ക് ചെയ്തോളൂ. അത് തുറന്ന് നോക്കിയാൽ നമ്മൾ ഈ ട്രാപ്പ് ഡോറ് വന്നിരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിത് രാത്രിയായോ? അങ്ങനെ നമ്മൾ ഈ 62 ദിവസം സർവേ ചെയ്തിട്ടുണ്ട്. ഈ ലെറ്റ്സ് പ്ലേ സീരീസിൽ 62 ദിവസം. അങ്ങനെ നേരം വെളുത്തു. ബെഡ് പൊട്ടിച്ചെടുക്കുക. ബെഡ് വെച്ച് പോയിട്ടുണ്ടെങ്കിൽ നല്ല രസമുണ്ടാവും. അങ്ങനെ നമുക്ക് ഇത് മേലേക്ക് ബിൽഡ് ചെയ്യാൻ തുടങ്ങാം. ഗൈസ് നല്ല ചൂട് എടുക്കുന്നുണ്ട് കേട്ടോ. ഫാറ്റ് കഴിഞ്ഞാൽ ഫാനിൻ്റെ സൗണ്ട് കേൾക്കും. അതുകൊണ്ടാണ് ഞാൻ ഫാഡാത്ത്. നല്ല ചൂട് എടുക്കുന്നുണ്ട് എനിക്ക്.
അതോടെ ഞാൻ ഫേഡാത്ത്. ഇവിടെ ഒരു ബ്ലോക്ക് വെക്കാം. അതിൻ്റെ മേലെ 2 ബ്ലോക്ക് വെക്കാം. ഒരു ബ്ലോക്ക് പിന്നെ മേലെ കയറിന്നിട്ട് ഇവിടെ ഒരു ബ്ലോക്ക്, ഇവിടെ ഒരു ബ്ലോക്ക് ഇവിടെയും വെക്കാം. നമുക്ക് ചെസ്റ്റിൻ്റെ മേലെ വെക്കാൻ പറ്റുമോ? അവിടെ വെക്കാൻ പറ്റുമോ? നമുക്ക് ഇത് വെക്കാം. ഇനി ചാടുക. ഇവിടെയും ഡൺ. അങ്ങനെ നമ്മളെ SP ഫാമിൻ്റെ റെഡി ആയിട്ട് ചെയ്യുക. നമ്മളൊരു അടിഭാഗം, അതായത് ഇവിടെ SP-യും ഇവിടെ റോട്ടം ഫോറസ്റ്റും ഗൺ പൗഡറും ബോണും ഒക്കെ എടുക്കാനുള്ള വിച്ച് ഉണ്ടാവും ഇതിൽ സ്പോണാവണമെങ്കിൽ കുഴപ്പമില്ലേ? അവരെ റെസ്റ്റോണും അവരെ കുപ്പി ഓരോ സ്റ്റിക്കൊക്കെ ഡ്രോപ്പ് ചെയ്യും. സ്റ്റിക്ക് ട്രേഡ് ചെയ്താൽ നമുക്ക് എമറാൾഡ് ഒപ്പിക്കാം. അങ്ങനെ പ്ലാനുണ്ട്. എന്തായാലും നമുക്ക് പെട്ടെന്ന് എൻഡർ ഡ്രാഗനെ കൊണ്ടുവരണം, പെട്ടെന്ന് വെച്ചിട്ട്. കാരണം എന്ന് വെച്ചാൽ പെട്ടെന്ന് കൊണ്ട് നമുക്ക് ബിൽഡൊക്കെ പറഞ്ഞെടുക്കാം. ബിൽഡിനൊക്കെ വേറെ റിസോഴ്സ് ഗ്യാതറിങ് കയറ്റും പെട്ടെന്ന് വെച്ചിട്ട്. അപ്പോൾ പെട്ടെന്ന് ഡ്രാഗനെ കൊന്നു കഴിഞ്ഞാൽ എടുക്കാം. പക്ഷെ എന്തായാലും ഞാൻ ഡയമണ്ട് ആർമറായിട്ടേ ഡ്രാഗനെ കൊല്ലാൻ പോകുള്ളൂ. ഒരു 20ാമത്തെ എപ്പിസോഡിൽ കൊല്ലാൻ താല്പര്യമുണ്ട്. 20ഓ അതിൻ്റെ 30ഓ അതിൻ്റെ ഉള്ളിൽ ഞാൻ കൊന്നിരിക്കും. അതിൻ്റെ ഇടയിൽ എന്തെങ്കിലും ഡ്രാഗനെ കൊന്നിരിക്കും. ഇനി ഇത് ഫുള്ള് ഞാൻ ബിൽഡിനെ ടൈം ലാസ്റ്റ് കണ്ടിട്ട് പോവാം. Emotional, damn it! ചെറുതായിട്ടൊന്ന് ചത്തോന്ന് സംശയം. എന്തായാലും ഇവിടെ നമ്മളെ സാധനങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഡീസ്പോണായിട്ട് ചെയ്യാം. നമുക്ക് നമ്മൾ ആർമർ എടുത്ത് ഇതേപോലെ ചത്തിട്ട് എൻ്റെ ഹെൽമെറ്റും എൻ്റെ ബൂട്ടും പോയത്. കുഴപ്പമില്ല, നമുക്ക് അയൺ ഫാം ഉണ്ടാക്കുമല്ലോ നമ്മളെന്തായാലും. അപ്പോൾ അതിനിട്ട് അയൺ ഫാം ഫുൾ അയൺ ആർമറും ഫുൾ അയൺ ടൂൾസും
പക്ക സെറ്റ് ചെയ്യും. ഇപ്പോൾ ഒരു ബക്കറ്റ് വെള്ളം എടുത്തിട്ട് എന്തായാലും പോവാം. അയ്യോ നെഞ്ചിലൊരാതി കരിമിഴിയുള്ള കളവാണീക്ക കൂടുതൽ കണ്ടപ്പോ കണ്ണനോട് ചിരിക്കല പെണ്ണ കല്യാണി നിന്റെ ഭാരത പുള്ളി എന്നെ കൊല്ലി പോയാ എനിക്കൊന്ന് ആര് നീ താനാ എനിക്കൊന്ന് പാര് ആ മൂടിയ മിഴിയിൽ പാര് നീ താനാ എനിക്കൊന്ന് പാര് നീ പോയാ എനിക്കൊന്ന് ആര് നീ താനാ എനിക്കൊന്ന് പാര് ആ മൂടിയ മിഴിയിൽ പാര് നീ താനാ എനിക്കൊന്ന് പാര് കരിമിഴിയുള്ള കളവാണീക്ക ഇന്നലെ കണ്ടപ്പോ കണ്ണനോടക്കി ചിരിക്കല പെണ്ണ കല്യാണി നിന്റെ ഭാരത പുള്ളി എന്നെ കൊല്ലി നിന്റെ കണ്ണിൽ നിറം കണ്ട് കയ്യിൽ വള കണ്ട് കാലിൽ തുളസിട്ട് എന്നെ കുടുക്കി അറയിലെ ഇറങ്ങാതെ മറക്കെട്ടി കിടക്കുമ്പോൾ എനിക്കെന്റെ മോഹങ്ങൾ അണപ്പൊട്ടി ഒഴുകുമ്പോൾ നോക്കല്ലേ നീ ഒരുത്തി നോട്ടത്തിൽ മുന്നെ കൊണ്ട് ചങ്കത് പെടക്കണ് നോക്കല്ലേ നീ ഒരുത്തി ചെമ്പരത്തി നല്ല ചെമ്പരത്തി ചന്ദന മണം അവളെ പരത്തി ചന്തമരം ചേരും പെണ്ണൊരുത്തി ചെങ്കവിളോരത്ത് ചിരി പരത്തി ചെമ്പരത്തി നല്ല ചെമ്പരത്തി ചന്ദന മണം അവളെ പരത്തി ചന്തമരം ചേരും പെണ്ണൊരുത്തി ചെങ്കവിളോരത്ത് ചിരി പരത്തി ചെമ്പരത്തി നല്ല ചെമ്പരത്തി നല്ല പെൺപറന്നോളെന്റെ പെണ്ണൊരുത്തി അവളുടെ ചിരിയുടെ മഞ്ഞൊരുക്കി അവളുടെ ചിരി നമ്മളെ SP ഫാം വർക്കാവണ കണ്ടങ്ങൾ ഇതൊരു ക്രീപ്പറും 3 സൂംബികളൊക്കെ നിൽക്കണ്ടില്ല. 3 സൂംബി നമുക്ക് SP ഒക്കെ കിട്ടുന്നുണ്ട. സ്പീഡ് ചെയ്യട്ടോ, തീരെ സ്പീഡ് ചെയ്യാം. എന്താ നിൽക്കറിയില്ല, ഞാൻ കടലിൽ ഉണ്ടാക്കാത്തതുകൊണ്ടാന്ന് തോന്നുന്നത്. കടലിൽ ഉണ്ടാക്കുകയാണെങ്കിൽ അവിടെ അടുത്ത് സ്പോണാ സ്ഥലം ചെയ്യാത്തതുകൊണ്ട് അവരതിൽ തന്നെ സ്പോണാ. ഇവിടെ സ്പോണാ സ്ഥലം ഉണ്ടായതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നത് സ്പീഡ് ചെയ്യുക തീരെ. എന്നാലും കുഴപ്പമില്ല, നമുക്ക് അത്യാവശ്യമുള്ള ലൂട്ടും SP ഒക്കെ കിട്ടുന്നുണ്ട്. അധികം സ്പോണാവണെങ്കിലും ലൂട്ടെല്ലാം കിട്ടുന്നുണ്ട്. ലൂട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യാം, ലൈക്ക് ചെയ്തിട്ട് ലൈക്ക് ചെയ്യാം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, കമൻറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ അടുത്ത നമ്മൾ അയൺ ഫാമിൻ്റെ വീഡിയോ ആയിട്ട് പിന്നെയും കാണാം. ടാറ്റ ബൈ, സി യു, താങ്ക് യു ഫോർ വാച്ചിങ്.